നിങ്ങളുടെ പ്രൈമറി കെയർ ഫിസിഷ്യൻ നിങ്ങൾക്ക് ഹീമോഗ്ലോബിൻ കുറവാണ് അല്ലെങ്കിൽ അനീമിയ ഉണ്ട് എന്ന് പറഞ്ഞാൽ ആദ്യമായി മനസ്സിലേക്ക് വരിക അയൺ പിൽസ് കഴിക്കുക അല്ലെങ്കിൽ അയൺ റിച്ച് ഫുഡ് കഴിക്കുക എന്നതാണോ? എന്നാൽ ഹീമോഗ്ലോബിൻ കുറയുന്നതിന് വേറെ പല കാരണങ്ങളുണ്ട്. അതിൽ ഒന്ന് മാത്രമാണ് അയൺ ഡെഫിഷ്യൻസി അനീമിയ എന്നത്. വൈറ്റമിൻ B12 കുറയുന്നത് മൂലമുണ്ടാകാം, തൈറോയിഡിൻ്റെ അഭാവം മൂലമുണ്ടാകാം, കിഡ്നി ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് കാരണമുണ്ടാകാം, രക്താണുക്കൾ പൊട്ടിപ്പോകുന്നത് കാരണമുണ്ടാകാം, അല്ലെങ്കിൽ രക്താണുക്കളുടെ പ്രൊഡക്ഷൻ നമ്മുടെ എല്ലുകളുടെ മജ്ജയിൽ നിന്ന് പ്രൊഡക്ഷൻ കുറഞ്ഞാൽ അത് കാരണം HP കുറയാം. അങ്ങനെ പല കാരണങ്ങളുണ്ട്. അതിൽ ഒന്നാണ് അയൺ ഡെഫിഷ്യൻസി അനീമിയ എന്നത്. അതിനെക്കുറിച്ചാണ് നമ്മളുടെ ഇന്നത്തെ ടോക്ക്. അയൺ ശരീരത്തിൽ കുറയുന്നതിന് പല കാരണങ്ങളുണ്ടാവാം. അത് അയൺ ആഗിരണം ചെയ്യപ്പെടുന്നത് കുറയുന്നത് വഴിയോ അല്ലെങ്കിൽ കുടലിലുള്ള പ്രശ്നങ്ങൾ കാരണം അയൺ നഷ്ടപ്പെടുന്നതോ അതിന് കാരണമാവാം. അയൺ ആഗിരണം ചെയ്യുന്നത് കുറയുന്നത് ചെറുകുടലിൻ്റെ എന്തെങ്കിലും തരത്തിലുള്ള നീർക്കെട്ടോ ഇൻഫ്ലമേഷനോ ഉള്ള അസുഖങ്ങളുണ്ടെങ്കിൽ അത് കാരണം അബ്സോർപ്ഷൻ കുറയും. അതിൽ ചില അസുഖങ്ങളാണ് സീലിയാക് ഡിസീസ് അല്ലെങ്കിൽ IBD, അൾസറേറ്റീവ് കൊളൈറ്റിസ്, ക്രോൺസ് ഡിസീസ് മുതലായ അസുഖങ്ങൾ. ഇതിൽ IBD എന്ന തരത്തിലുള്ള അസുഖത്തിന് വേറെ പല സിംറ്റംസും ഇതിനോട് കൂടെ തന്നെ ഉണ്ടാകാം. എന്നാൽ സീലിയാക് ഡിസീസിൽ മറ്റ് പല സിംറ്റംസും ഇല്ലാതെ അയൺ ഡെഫിഷ്യൻസി അനീമിയ മാത്രമായും കാണപ്പെടാവുന്നതാണ്. എന്നാൽ സീലിയാക് ഡിസീസ് എന്ന അസുഖം പൊതുവെ സൗത്ത് ഇന്ത്യയിൽ നോർത്ത് ഇന്ത്യ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് കുറവായാണ് കാണപ്പെടാറ്. സാധാരണയായി പേഷ്യൻസിനുണ്ടാകുന്ന ഒരു ഡൗട്ടാണ്, മലം സാധാരണ കളറിലാണ് പോകുന്നത്, അപ്പോൾ കുടലിൽ നിന്ന് രക്തം പൊടിയുന്നതിന് ചാൻസ് ഉണ്ടോ, അതിൻ്റെ ടെസ്റ്റ് ചെയ്യേണ്ടത് ആവശ്യമുണ്ടോ എന്നത്. അപ്പോൾ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടെസ്റ്റാണ് സ്റ്റൂൾ ഒക്കൾട്ട് ബ്ലഡ് എന്നത്. 2 തരത്തിൽ നമ്മുടെ കുടൽ വഴിയായി രക്തം ലോസ് ആകാൻ ചാൻസ് ഉണ്ട്. അതിലൊന്നാണ് ഒവേർട്ട് ബ്ലീഡിങ്, അല്ലെങ്കിൽ കാണുമ്പോൾ തന്നെ രക്തം മലത്തിൽ കൂടെ പോവുക അല്ലെങ്കിൽ മലം കറുത്തു പോവുക എന്നത്. അപ്പോൾ ഒവേർട്ട് ബ്ലീഡിങ് ഇല്ലാത്ത പേഷ്യൻസിന് ഒക്കൾട്ട് ബ്ലീഡിങ്, അതായത് വളരെ കാലം കൊണ്ട് പൊടിയായി രക്തം ലോസ് ആവുന്നുണ്ടോ അല്ലെങ്കിൽ അയൺ അതുവഴിയായി ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടുന്നുണ്ടോ എന്ന് അറിയാനായി ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് സ്റ്റൂൾ ഒക്കൾട്ട് ബ്ലഡ് ടെസ്റ്റിംഗ്. അപ്പോൾ ഈ ടെസ്റ്റ് ചെയ്യുന്നത് വഴിയായി നമ്മൾ അറിയാതെ എന്തെങ്കിലും കുടലിൽ പ്രശ്നങ്ങളുണ്ടായി അതുവഴിയായി രക്തം അല്ലെങ്കിൽ അയൺ ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടുന്നുണ്ടോ എന്ന് അറിയാനാവും. ഇതിൽ 90% കാരണങ്ങളും നമ്മുടെ വയർ, ചെറുകുടലിൻ്റെ ആദ്യത്തെ 2 ഭാഗങ്ങൾ, അതായത് ഡ്യോഡിനത്തിൻ്റെ ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും, പിന്നെ വൻകുടലിൻ്റെയും ചെറുകുടലിൻ്റെ അവസാന ഭാഗവും, ഈ ഒരു ഭാഗങ്ങളിൽ നിന്നായിരിക്കാം ഇതിൽ 90% കാരണങ്ങളും ഉണ്ടാവാൻ ചാൻസ്. അപ്പോൾ ഇത് നമുക്ക് വളരെ സാധാരണമായി ചെറിയ സെഡേഷനിൽ പെയിൻലെസ് ആയി ചെയ്യാൻ പറ്റുന്ന എൻഡോസ്കോപ്പി, കൊളോണോസ്കോപ്പി മുതലായ ടെസ്റ്റുകൾ വഴിയായിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ്. ഇനിയും വളരെ ചെറിയ ശതമാനം ആൾക്കാരിൽ നമ്മുടെ ജജുനം അല്ലെങ്കിൽ ഇലിയം എന്ന സ്മോൾ ബവൽ, ചെറുകുടലിൻ്റെ ഒരു ഭാഗം, ഈ ഭാഗത്തിൽ നിന്നും പല കാരണങ്ങൾ വഴിയായി അയൺ ഡെഫിഷ്യൻസിയും രക്തക്കുറവും ഒക്കെ സംഭവിക്കാവുന്നതാണ്. അപ്പോൾ അത് ഒരു വളരെ ചെറിയ ശതമാനം ആൾക്കാരിലാണ് ഇത് കാണാറ്. സോ അവർക്ക് ഈ എൻഡോസ്കോപ്പി, കൊളോണോസ്കോപ്പി അല്ലാതെ ബാക്കി പല ടെസ്റ്റുകളും ആവശ്യമായി വന്നേക്കാം. വൻകുടലിൽ വരുന്ന പോളിപ്പുകൾ അല്ലെങ്കിൽ വൻകുടലിലെ ക്യാൻസറുകൾ, അതിലും നമ്മൾക്ക് അയൺ ഡെഫിഷ്യൻസി അനീമിയ ഉണ്ടാവുന്നതാണ്. സോ അതുകൊണ്ട് ഒരു അയൺ ഡെഫിഷ്യൻസി അനീമിയ ഉണ്ട്, അത് അയൺ കുറവ് കാരണമുള്ള അനീമിയ ആണ് എന്ന് കണ്ടുപിടിക്കുകയും മലത്തിൻ്റെ ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ പോസിറ്റീവ് വരികയോ അല്ലെങ്കിൽ അമിതമായ ക്രമാതീതമായ ഭാരം കുറച്ചിൽ അല്ലെങ്കിൽ വിശപ്പില്ലായ്മ, മലം പോകുന്നതിലുള്ള വ്യത്യാസം, സാധാരണ നോർമലി പോയിക്കൊണ്ടിരുന്ന ഒരാൾക്ക് ലൂസായിട്ട് പോവുകയോ അല്ലെങ്കിൽ കൂടെ മലം പോവുകയോ കംപ്ലീറ്റായി പോയില്ല എന്ന തോന്നലുണ്ടാവുക, ഇങ്ങനെ എന്തെങ്കിലും ഉണ്ട്, അമിതമായ ക്ഷീണമുണ്ട് എന്നിങ്ങനെ ഉള്ള സിംറ്റംസ് ഉള്ള പേഷ്യൻസ് ഉടനടി തന്നെ ഒരു ഡോക്ടറിനെ കണ്ട് ഫർദർ ടെസ്റ്റുകൾ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്.